നമസ്കാരം. നോൺ വെജ് കഴിക്കുന്നവരുടെ ഒരു പ്രിയപ്പെട്ട വിഭവമാണ് ഇന്നത്തെ റെസിപ്പി, ചിക്കൻ ബിരിയാണി. ഞാനിന്നിവിടെ ബസുമതി റൈസ് ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 600 ഗ്രാമോളം വരും. ഇതുപയോഗിച്ച് 3 പേർക്ക് സെർവ് ചെയ്യുന്നതിനുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഫുൾ ചിക്കനെ 20 പീസുകളാക്കി കട്ട് ചെയ്തതിൽ നിന്നും 10 പീസാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ സാധാരണയായി ഹോട്ടലുകളിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ചിക്കനെ 12 പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്ത് വാങ്ങിയാൽ അത് വേവാൻ ടൈം എടുക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, നാരങ്ങ നീര്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. മസാല എല്ലാ ചിക്കൻ പീസിൻ്റെ മുകളിലും നന്നായിട്ട് പറ്റിപ്പിടിക്കണം. ഇനി ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിനായി 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ആ സമയം കൊണ്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിലാദ്യമായിട്ട് 4 മീഡിയം സൈസ് സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി ഇതിലെ പകുതി സവോള, അതായത് 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അല്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇത്രയും എണ്ണ വേണമെന്നില്ല, കുറച്ച് എണ്ണ ഉപയോഗിച്ച് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ സവോള അതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. സവോള സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ തിക്നെസ്സിലായിരിക്കണം സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ചിലത് മാത്രം നന്നായിട്ട് ഫ്രൈ ആവുകയും ബാക്കിയുള്ളത് ഫ്രൈ ആവാതിരിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഗോൾഡൻ കളർ മാറി ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. എണ്ണയിൽ നിന്നും കോരി കുറച്ച് സമയം പുറത്തിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്രൗൺ കളർ അല്പം കൂടി കൂടും. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ക്രിസ്പിയായി മാറുകയും ചെയ്യും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബസുമതി റൈസ് ഉപയോഗിച്ചാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. നല്ല ബിരിയാണിക്കായിട്ട് നല്ല ബ്രാൻഡിൻ്റെ അരി തന്നെ എപ്പോഴും തിരഞ്ഞെടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന അരിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് 30 മിനിറ്റ് നേരം കുതിർക്കാനിടണം. 30 മിനിറ്റിൽ കൂടുതൽ ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ പാടില്ല. കൃത്യം 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് വെക്കണം. അടുത്തതായിട്ട് നമുക്ക് അല്പം കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കിസ്മിസും കളർ മാറി തുടങ്ങുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ പാനിൽ തന്നെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ചിക്കൻ കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണിത്. 1.5 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക. ഏലക്കയുടെ തോട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ വെളിയിലേക്ക് ഇറങ്ങുകയുള്ളൂ. 1 തക്കോലം, ജാതിപത്രി, ഇതല്പം മതി, ഒരു ഫ്ലേവറിൻ്റെ പകുതി മതി. അവസാനമായി ബേ ലീഫ്. ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്ന ഒന്നാണ് ബേ ലീഫ്. ഇനി ഈ സ്പൈസസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. അടച്ചു വെക്കാൻ പറ്റുന്ന അടപ്പോട് കൂടിയ ഒരു നോൺ സ്റ്റിക്ക് പാനാണിത്. ഇതിലാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ബിരിയാണി ദം ചെയ്യുന്നതും. ഇതിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നേരത്തെ സവോള ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ചൂടായ എണ്ണയിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 15-20 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി ഈ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് 1 പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർക്കുക. പച്ചമുളക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ബാലൻസ് ഉള്ള 2 സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴട്ടിയെടുക്കുക. ഗോൾഡൻ കളർ ആവണമെന്നില്ല, നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വഴട്ടിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി,
എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഈ മസാലകളുടെ റോ ഫ്ലേവർ ഒന്ന് മാറുന്നത് വരെ ഏകദേശം 1.5 മുതൽ 2 മിനിറ്റ് നേരം വരെ ഇളക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക. ഇനി തീ കൂട്ടി വെച്ച ശേഷം 2-3 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം 1/4 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അടച്ചു വെച്ച് ഏകദേശം 10-12 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ചിക്കൻ വേവുന്ന ഈ 10-12 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അരിയും വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താമസിക്കാതെ തന്നെ 2.25 കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കുക. 2 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് ബേ ലീഫ് 1 1.5 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ടയുടെ 1 പീസ്, ഗ്രാമ്പു 4, ഏലക്ക 2, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്, നാരങ്ങ നീര്. ലൈം ജ്യൂസ് ചേർക്കുന്നത് ഫ്ലേവറിനും അതുപോലെ റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. നേരത്തെ സവോള ഫ്രൈ ചെയ്തെടുത്ത മിച്ചമുള്ള എണ്ണയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ. ഈ എണ്ണ റൈസിന് നല്ല ഫ്ലേവർ കൊടുക്കും. 1 ടീസ്പൂൺ ഉപ്പ് എപ്പോഴും മെഷറിംഗ് സ്പൂണിൽ തന്നെ അളന്നിടാൻ ശ്രമിക്കുക. ഇനി വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് ചിക്കൻ ഏകദേശം പകുതി വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോളയുടെ പകുതി ഇതിലേക്ക് ചേർക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിക്കുക. അരി വേവിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ 1/2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്ത അരി ചേർക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അരി ഏകദേശം 75% വെന്താൽ മതി. ബാക്കി ദം ചെയ്യുമ്പോൾ വെന്തോളും. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധികം സമയമൊന്നും വേണ്ട. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് വെള്ളം വറ്റി തീരുന്നതോടൊപ്പം തന്നെ തീ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ റൈസ് കട്ട പിടിക്കുകയുമില്ല, ഡ്രൈ ആയി പോവുകയുമില്ല. ഇനി ഈ റൈസ് ചിക്കൻ്റെ മുകളിലേക്കിട്ട് ദം ചെയ്യണം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ചിക്കൻ അവസാനമായിട്ട് ഒന്നുകൂടി ഇളക്കുക. ഇതുപോലെ അല്പം ഗ്രേവി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ വെള്ളം വറ്റിപ്പോയി ഗ്രേവി ഇല്ലാതെ വരികയാണെങ്കിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് ഇളക്കി ഒരു സെമി ഗ്രേവി ആക്കി എടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ഏകദേശം 1/4 കപ്പോളം പുതിനയില നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിടണം. ഇതുപോലെ പുതിനയില സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കഴിയുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ റൈസ് ചിക്കൻ്റെ ഗ്രേവിയിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നത് കുറയുകയും ചെയ്യും. ഇനി റൈസ് ഇതിന് മുകളിലേക്ക് ഇടണം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനേ പാടുള്ളൂ. ഇത് മുകളിൽ നിന്ന് താഴേക്ക് പ്രസ് ചെയ്യരുത്. ബിരിയാണിക്ക് ഇടയ്ക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. ചൂടുപാലിൽ സാഫ്രോൺ മിക്സ് ചെയ്യാം, അതായത് കുങ്കുമപ്പൂവ്. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ മിക്സ് ചെയ്യാം. അതിനുശേഷം ആ പാല് ഇതിന് മുകളിലേക്ക് ഒഴിക്കുക. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും ആ ഫ്രൈ ചെയ്ത നെയ്യോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ബാലൻസ് ഉള്ള ഫ്രൈ ചെയ്തെടുത്ത സവാള കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അവസാനമായി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ദം ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബേണറിൻ്റെ മുകളിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം വെക്കണം. 10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും അനക്കാതെ 1/2 മണിക്കൂർ നേരം വെക്കുക. 1 മണിക്കൂർ നേരം വെച്ചാൽ അത്രയും നല്ലത്. ഇതിനിടയ്ക്കൊന്നും അടപ്പ് തുറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിരിയാണി ഒരിക്കലും നല്ല ചൂടോടുകൂടി വിളമ്പരുത്. ഇത് കുറച്ചു നേരം വെച്ച് ചൂട് നല്ലതുപോലെ കുറഞ്ഞ ശേഷം മാത്രം സെർവ് ചെയ്യുക. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേർത്ത സ്പൈസസിൻ്റെ ഒന്നും രുചി കിട്ടില്ല. പകരം അതിൻ്റെ മണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ സമയമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സെർവ് ചെയ്യേണ്ടതിൻ്റെ 3 മണിക്കൂർ മുമ്പ് തന്നെ ബിരിയാണി പ്രിപ്പറേഷൻ തുടങ്ങുക. അതുപോലെ തന്നെ ഈ ബിരിയാണി 6 മണിക്കൂർ നേരം വെച്ച ശേഷം ചെറുതായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കി കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. സാലഡ്, അച്ചാർ, പപ്പടം ഇതിനൊപ്പമാണ് സാധാരണ ബിരിയാണി സെർവ് ചെയ്യാറ്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.